പാനലിൻ്റെ ഇറക്കം നമുക്ക് ഇവിടെ നിന്ന് തൊട്ട് വേസ്റ്റ് റൗണ്ട് തൊട്ട് താഴോട്ടേക്ക് ഫില്ലായിട്ട് വരുന്ന രീതിക്കായതുകൊണ്ട് നമ്മൾ ആദ്യം നമുക്ക് എത്ര ഇവിടത്തേക്ക് ഈ വേസ്റ്റിൻ്റെ ഇവിടത്തേക്ക് എത്ര അളവ് വേണം, ഷോൾഡർ കൃത്യം പിടിച്ചിട്ട് വേണം അളവെടുക്കാൻ കേട്ടോ. ഞാനിപ്പോൾ 15 എടുക്കുന്നത്. എനിക്ക് ഇത്ര ഇറക്കം വേണം, 15 എടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വേണം എടുക്കും. നമ്മൾ ചെസ്റ്റ് അളവ് നോക്കിയെടുക്കണം കേട്ടോ. മെഷർമെൻറ്റിൽ ഇങ്ങനെ ചെസ്റ്റ് അളവ് നോക്കാം. ഇതിങ്ങനെ പിടിക്കുമ്പോൾ കൃത്യം അളവ് ഇതാണ് 36. അപ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടേരെ, കാരണം നമ്മൾ കൃത്യം അളവ് എടുത്ത് തയ്ക്കുമ്പോൾ. ഇതിപ്പം ഞാനിപ്പോൾ എടുത്ത് ചെസ്റ്റ് അളവ് 38 എടുത്തു. 38ൻ്റെ കൂടെ 4 ഇഞ്ച് സീമ അളവും കൂടി കൂട്ടിയിട്ടു. അപ്പം 42. 42നെ 16 പാനലാണ് നമ്മൾ പാനൽ കട്ടിന് എടുക്കുന്നത്, അനാർക്കലിക്ക് എടുക്കുന്നത്. അപ്പം 42നെ 16 കൊണ്ട് ഹരിച്ചപ്പോൾ 2.62 കിട്ടി. ഈ 2.62നെ ഒന്നും കൂടി നമ്മൾ ഇത് ഫോൾഡ് ചെയ്തിട്ടിട്ടാണ് വെട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്നും കൂടി 2നെ വെച്ചിട്ട് ഹരിക്കുമ്പോൾ 1.31 കിട്ടുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പായിട്ട് ഈ പാനലിന് മൊത്തം, ഇതിപ്പോൾ പാനലിന് മൊത്തം കൂട്ടി തയ്ക്കുന്നതുകൊണ്ട് 1 ഇഞ്ചായിട്ട് ഇവിടെ 2 സ്ഥലത്തും വേണം. അപ്പോൾ 1 ഇഞ്ച് ഇട്ടു. അപ്പോൾ 0.25 2 സൈഡും എടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ 0.5 കൂടി കൂട്ടിയപ്പോൾ 1.36. അത് നമുക്ക് റൗണ്ട് ആക്കിയിട്ട് 1.5 വെച്ചിട്ട് നമുക്ക് എടുക്കാം. കൃത്യം മടക്കി ഇട്ടിട്ട് വേണം കേട്ടോ ഇങ്ങനെ വെക്കാൻ, കാരണം ഇവിടെ അളവ് തെറ്റിയാൽ നമ്മളെ മൊത്തം അളവും തെറ്റും കേട്ടോ. പിന്നെ വെച്ച് സെക്യൂർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. നമുക്ക് ടാപ്പ് എടുത്തിട്ട് അളന്ന അളവുകൾ ഇതിനകത്ത് രേഖപ്പെടുത്താം. നമുക്കിവിടെ 1.5 ഇഞ്ച് മതി കേട്ടോ. അത് നമ്മൾ കൃത്യ അളവ് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അത്രയും താഴോട്ടേക്ക് ഇതുപോലെ പിടിച്ചിട്ട് താഴോട്ടേക്ക് അടയാളപ്പെടുത്താം. ഇവിടെ 2 ഇഞ്ച് 1.5 ഇഞ്ച് വീതിയും താഴോട്ടേക്ക് 15 ഇഞ്ച് നീളവും ഇവിടെയും 2 കേട്ടോ. അതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗം 2 സൈഡ് ഇതിപ്പം മടക്കിയിട്ടതിന്റെ 2 സൈഡിലും ഇതേപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ 1.5 ഇഞ്ച്, ഇത് 15, ഇവിടെ 1.5 ഇഞ്ച്. അതേപോലെ തന്നെ ഇവിടെയും ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. നമ്മൾ ഈ ബോക്സ് വരച്ചതിന്റെ ഈ മൂലയിൽ നിന്നും ഇപ്പുറത്തെ മൂലയിലേക്ക് ഒരു ഇങ്ങനെ ചരിച്ചിട്ട് കൃത്യം വരയ്ക്കാം കേട്ടോ. ഇങ്ങനത്തെ തുണിയായതുകൊണ്ടും എൻ്റെ സ്കെയിലിന് നീളമില്ലാത്തതുകൊണ്ടും ഇച്ചിരി പാളിച്ചകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നീളത്തിൽ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ വെട്ടിയെടുക്കാം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടി ഇങ്ങനെ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻ്റൊക്കെ ഇടണേ. സബ്സ്ക്രൈബ് ആരും ചെയ്യുന്നില്ല, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. കുറേ പേര് കാണുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബർ കൂടുന്നില്ല. എൻ്റെ ഈ കുഞ്ഞു മക്കളെയും വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഈ ഹാൻഡ്സിൻ്റെ ഒരു ബുട്ടിക്ക് ഇടണം എന്നുള്ളത്. അതിൻ്റെ ഒരു ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്നുള്ള ഒരു രീതിക്കാണ് ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത്. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ തുണി ഏകദേശം കട്ട് ചെയ്യാൻ നല്ല പാടാട്ടോ. കാരണം ഞാൻ 3 മീറ്റർ അല്ല, അത് കുറച്ച് കീറിയുണ്ട്.
4 മീറ്ററാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ കട്ടി ഭയങ്കരമാണ്. വെട്ടിയെടുക്കാൻ ഞാൻ നല്ല പാടുപെട്ടു. ഫസ്റ്റ് ആ ഡിസൈനുള്ള ഭാഗത്തൊന്നും അങ്ങനെ കത്രിക വെച്ചിട്ട് വെട്ടുമ്പോൾ നല്ലോണം വരുന്നുണ്ടായില്ല. പിന്നെ ഞാൻ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കട്ട് ചെയ്തത്. പിന്നെ ഞാൻ കൈ വെച്ച് നല്ല അമർത്തി കട്ട് ചെയ്തു. അവസാനം കട്ട് ചെയ്ത് കഴിയുന്നവരെ നല്ല ബലം കൊടുക്കേണ്ടി വന്നു കേട്ടോ. എന്നാലും നല്ല കറക്റ്റായിട്ട് കിട്ടി. 2-3 പ്ലേറ്റ് മോശമായെങ്കിലും ബാക്കിയെല്ലാം കിട്ടി. എന്നാലും 16 പാനലിനെക്കാട്ടും കൂടുതൽ പാനൽ എനിക്ക് കിട്ടി കേട്ടോ. ഏകദേശം 24 പാനൽ കിട്ടിയിട്ടുണ്ട് എനിക്ക്. 4 മീറ്റർ എടുത്തുതരാം. 3 മീറ്റർ തന്നെ അധികമായിരിക്കും കേട്ടോ. പിന്നെ നല്ല ഫ്ലെയർ ആയിരിക്കുന്നു മാത്രം. അപ്പോൾ നമുക്ക് വെട്ടി കഴിഞ്ഞിട്ട് കിട്ടിയതാട്ടോ. ഇത് നിവർത്തിയിട്ടപ്പോഴാണ് ഇങ്ങനെ കിട്ടുക. ഇത് അടിഭാഗത്തോട്ട് വരുന്ന ഭാഗം കേട്ടോ. ഇത് ലാസ്റ്റ് നമ്മളെ അടിഭാഗം അവിടെ ഡിസൈൻ വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് അറിയില്ല, ചിലതിലുണ്ട് ചിലതിലില്ല. എന്തായാലും നമ്മൾ നോക്കി നോക്കാം. ഇതാണ് മോൾ ഭാഗം വരുന്നത്. നമ്മൾ നെക്കൊക്കെ വെട്ടിക്കളയുമ്പോൾ, ഷോൾഡറൊക്കെ വെട്ടിക്കളയുമ്പോൾ ഈ ഡിസൈൻ പോയി കിട്ടും കേട്ടോ. ഞാൻ സാരി എടുത്തുകൊണ്ടാണ് കേട്ടോ. ആദ്യം നമ്മൾ എന്ത് പരീക്ഷണവും സാരിയിൽ നടത്തുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 പാനലുണ്ട് കേട്ടോ. ഇത് മാത്രം 11 എണ്ണം ഉണ്ട്. ഞാൻ ഇച്ചിരി തുണി കൂടുതൽ എടുത്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും പാനൽ കിട്ടിയത് കേട്ടോ. നമ്മൾ തുണി എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും പാനൽ. ഇതിപ്പോൾ ഇപ്പുറത്തും 1/2 ഇഞ്ച് പോവും, ഇപ്പുറത്തും 1/2 ഇഞ്ച് പോവും. അപ്പോൾ ചെറിയ പാനലോ നമുക്ക് കുറേ വിത്തിൽ നല്ല ഫ്ലെയറായിട്ട് കിടക്കാൻ പാകത്തിനുള്ള അനാർക്കലി ആയിരിക്കും ഇത് കേട്ടോ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഇത് മൊത്തം ഇവിടം വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇവിടെ ഇസ്തിരി ഇട്ടിട്ട് കരിഞ്ഞ ഭാഗമുള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തായിരുന്നു തുണി. 4 മീറ്ററോളം എടുത്തായിരുന്നു. 1 മീറ്റർ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് മുറിച്ചിട്ട്, കാരണം നമുക്ക് കൈക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി 4 മീറ്റർ എടുത്തുകൊണ്ട് എനിക്ക് മൊത്തം ടോട്ടലായിട്ട് പാനൽ കിട്ടിയിരിക്കുന്നത് 24 പാനൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാം കൂടി അടിച്ചെടുക്കണം. അപ്പം എങ്ങനെയാ നോക്കാം. ആദ്യം 2 പാനലെടുക്കുക, ബാക്കി മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ നല്ല വശവും വെച്ചിട്ട് ഇങ്ങനെ നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശം വെച്ചിട്ട് നമുക്കിത് ഇവിടെ നിന്നോട്ട് താഴെ വരെ അടിച്ചെടുക്കാം. ഞാനിവിടെ സ്റ്റിച്ചിൻ്റെ ഇത് കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. സ്റ്റിച്ച് താഴോട്ടേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. കാരണം വലിയ സ്റ്റിച്ച് ഇട്ട് അടിച്ചാൽ പെട്ടെന്ന് നമ്മളെ സ്റ്റിച്ച് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. 2-3 അലക്ക് കഴിയുമ്പോഴത്തേക്കും സ്റ്റിച്ച് വിട്ടുപോകും. ആദ്യം തയ്ക്കുമ്പോൾ അഥവാ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വലിയ സ്റ്റിച്ച് ഇട്ട് അടിച്ചിട്ട് പിന്നെ ഒന്നും കൂടി ചെറിയ സ്റ്റിച്ച് ഇട്ട് അടിച്ചാൽ മതി കേട്ടോ.